guys, welcome back to my YouTube. Ayash Gaming. Yeah. Guys, നമ്മൾ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. യെസ്, നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ടാണ്. ഈ ഗെയിം എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് നമ്മളെ പെസ്സാണ് ഗൈസ്, പെസ്സാണിത്, ഈ ഫുട്ബോൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് ഞപ്പോൾ അർജൻറ്റീന ടീം എടുത്തു. അർജൻറ്റീന ടീമത്തെ എല്ലാവരും കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ആപ്ലിക്കേഷനിൽ പോകണം. ഞാൻ കാണിച്ചുതരാം ഗൈസ്, ഒരു സാധനം കാണിച്ചുതരാം. കണ്ടോ ഗൈസ്, ഈ ഒരു സ്ഥലം കണ്ടോ? ഈ ലാസ്റ്റത്തെ ഈ 2 റൗണ്ട് ഇട്ട ഭാഗം ഇതാ ആ എഴുതി കണ്ടോ? ഈ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഈ സ്ഥലത്ത് പോയിട്ട് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് യൂറോപ്പ്, നോർത്ത്, സെൻട്രൽ അമേരിക്ക, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഏഷ്യ കാണാൻ പറ്റും. നമുക്ക് ഏത് ടീമെ വെച്ച് എടുക്കാം. നമുക്കിപ്പോൾ ഇതിൽ എന്തും അറിയില്ല എന്ന് കരുതാണ്. കണ്ടോ അടിയിൽ ഇതാ ഞാൻ സ്ക്വയർ ഇട്ടൊരു പിക്ചർ എടുത്തു തരാം. അവിടെ റാൻഡം എഴുതിയാണ്ട് അവിടെ ഇതാ കണ്ടോ, റാൻഡം എഴുതിയിട്ട് ആ റാൻഡം എന്നില്ല ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതാ ടീമുകൾ ഇതപ്പോൾ ഇതിൽ ഇന്ത്യ ഉണ്ട്, ജോർദാൻ ഉണ്ട്, അങ്ങനെ കുറേ ടീമുകളുണ്ട്. വേണ്ട ടീമുകൾ ഇത് കുറേ ക്ലബ്ബുകളുണ്ട്. അൽ നാസർ ഉണ്ട്, ഇന്റർ മിയാമി ഉണ്ട്, അൽ ഹിലാൽ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ബാർസലോണ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു എക്സ്പ്ലെയിനിങ് വീഡിയോ അല്ല, അതൊരു ഗെയിമിംഗ് വീഡിയോ ആണ്. നമുക്ക് എന്തായാലും നമ്മളെ ടീം അർജൻറ്റീനയാണ്. നെക്സ്റ്റ് നമ്മളെ ഏത് ടീമിൻ്റെ ഒപ്പം ഏത് ടീമാണ് കളിക്കേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. കമൻറ്റ് ചെയ്തേ ആ ടീം നിങ്ങൾ പറയണേ. ഓരോ വീഡിയോ ഒക്കെ വെച്ചാണ്ട് നിങ്ങൾ പാർട്ടുകൾ എഴുതണം. ഒരാളിപ്പോൾ ഫസ്റ്റ് പാർട്ട് ആണ് ഇതിൽ എഴുതിക്കുന്നത്, സെക്കൻഡ് പാർട്ട് എഴുതി കഴിഞ്ഞാൽ അയാൾ സെക്കൻഡ് പാർട്ടിൽ ഇടും. 2 ആൾക്കാർ സെക്കൻഡ് പാർട്ട് എഴുതി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ആരിട്ടത് ഓലെ നോക്കുള്ളൂ ഗൈസ്. നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതിയാണ്ട് വിട്ടെന്നാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് എന്തായാലും നമ്മളെ അർജൻറ്റീന ഇട്ടിട്ടുണ്ട്, നമുക്ക് കാണാം. ഇനി നമ്മളെ അർജൻറ്റീന നമ്മളത് ഇതിലാണ് ഉള്ളത്. സോറി മറ്റേ ഇതിലാണ്, എന്താ എൻ്റെ പേര്, സൗത്ത് അമേരിക്കയിലാണുള്ളത് അർജൻറ്റീന. ഇപ്പോൾ തൽക്കാലം അർജൻറ്റീന വിസസ് ബ്രസീലാക്കാം. ഞാൻ അർജൻറ്റീനയാണ്. ഇഷ്ടപ്പെട്ട ടീം കമൻറ്റ് ചെയ്യുക ഗൈസ്. അർജൻറ്റീന വിസസ് ബ്രസീൽ, റൈന് ഓക്കെ. പന്ത് കണ്ടോ ഗൈസ്, നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സിലും ഇതിൽ കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സ് ഈ അർജൻറ്റീന ടീമിൽ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സ് ഇതിലുണ്ട്. ഞാൻ കണ്ടുതരാം. ഉണ്ടോ, സബുകളുണ്ട് ഇവിടെ. നമുക്ക് മാറ്റി വെക്കണം ഒന്ന്. നമ്മളത് ശരിയാക്കിയിട്ടുണ്ട്. എൻ്റെ ലോഗോ ടീം ഞാൻ കാണിത്തരാം. ഇതല്ല എൻ്റെ ശരിക്കുള്ള ലോഗോ ടീം, ഇന്ത്യയാണ്. ഞാൻ അതൊരു പേരിന് വെച്ചതാണ് ഇന്ത്യ എന്നുള്ളത് ലോഗോ ടീം. പക്ഷെ അതിൽ എല്ലാ പ്ലെയേഴ്സും ഉണ്ട്. ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണത്. അതിലെല്ലാ പ്ലെയേഴ്സും ഉണ്ട്. റെയിനാണ് ഗൈസ്, അൾട്രാ ഗ്രാഫിക്സിൽ ഇട്ടിട്ടുണ്ട്. കുറേ ടൈമായി ഞാൻ വെയിറ്റിൽ തുടങ്ങിയിട്ട്. ഗൈസ് അൾട്രാ ഗ്രാഫിക്സ് എങ്ങനെയുണ്ട് വിളിച്ചില്ലേ? ഇതെങ്ങനെ അൾട്രാ ഗ്രാഫിക്സിൽ നമ്മൾ പറഞ്ഞുതരാം. അൾട്രാ ഗ്രാഫിക്സിൽ ഡാറ്റ ഡൗൺലോഡ് ചെയ്യണം. അത് ചിലപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഫോണിൽ ഒരു എന്തും പറ്റുമൊന്നുമില്ല. നമ്മൾ നേരെ ഗെയിം സെറ്റിങ്സിൽ പോയിട്ട് ഡാറ്റ ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിത്തരുന്നതാണ്. ഈ കളിയുണ്ട്, ഞാൻ കാണിത്തരാം. എന്താ അയ്യോ പോ
ഹെഡ് കിട്ടിയില്ല. ഹെഡ് കിട്ടിങ്ങനെ ഗോൾ വരും. ഞാൻ ഇപ്പോൾ പ്രോ എന്ന് പറയാൻ പറ്റൂല, എന്നാലും പ്രോയാ, എന്നാലും നൂബാ. ഞാനൊരു സത്യം പറഞ്ഞാൽ നൂബാണ് ഗൈസ്. ശരിക്കും എന്തോ അറിയില്ല ഇതില്. ഞാൻ 2 വർഷത്തിലാണ് ഇത് കളിക്കൽ തുടങ്ങിയിട്ട്. 2 വർഷമായി. ഇതിലായിട്ട് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഈ ഗെയിമത്തെ. ഒരു ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ടീമിൽ ക്രിയേറ്റ് ചെയ്ത ടീമിൽ മെസ്സി അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ചില ആൾക്കാരുണ്ടാവും ഗൈസ് ഒന്നും അറിയാതെ നിൽക്കണേ. ഓരൊക്കെ ഞാൻ സിമ്പിളായിട്ട് തോപ്പിച്ചു. ഇത് ഞാൻ 2 വർഷമുണ്ട്. ഇത് ഞാൻ ഈ ടാബിൽ കയറ്റിക്കുന്ന 2 വർഷമല്ല. ഇതിൽ ഞാൻ ഫുള്ളായിട്ട് ഇത് കളിച്ചിരുന്ന 2 വർഷം കളിച്ചിരിക്കണ് ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് ഇനി എന്തായാലും കളിയിലോട്ട് പോകാം ഗൈസ്. നെയ്മറാണ്. നമുക്ക് ഒരു കളി മിനിമം പോയി കഴിഞ്ഞാൽ ഒരു 4 റെഡ് കാർഡെങ്കിലും കിട്ടും, ഉറപ്പാണ്. ഞാൻ ഒരു കളി കളിച്ചു കണ്ടോ. കുപ്പായച്ചുളിങ്ങിക്കണൊക്കെ എന്താ ലെവല് താരം. ഇതാണ് ഞാൻ ഗ്രാഫിക്സ് കൂടി പറഞ്ഞത്. കാണിത്തരാം എങ്ങനെയാണ് ആ ഗ്രാഫിക്സ് കൂട്ടണേ. ഞാൻ കാണിത്തരാടോ ഗൈസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. ഈ ഗ്രാഫിക്സ് കൂട്ടിക്കാൻ ഫസ്റ്റ് നമ്മൾ കളി ഇറങ്ങുമ്പോൾ ലേശം ലാഗ് ഉണ്ടാവും, ഇത്തിരി ലാഗ് ഉണ്ടാവും. സാംസങ് ഗാലക്സി ആണെങ്കിൽ കുഴപ്പമില്ല. സാംസങ് ഗാലക്സി ഞാൻ ടാബിലാണ് കളിക്കുന്നത്. അതിട്ട് സാംസങ് ഗാലക്സി എടുക്കാൻ പറ്റില്ല. അതിട്ട് ഞാൻ ടാബ് യൂസ് ചെയ്യണ്. ഓക്കെ നമുക്കാണെങ്കിൽ ഈ പിന്നെ കളിക്കാൻ ഭയങ്കര സുഖകരം. അയ്യോ സമാധാനായി. എമിലിയാനോ മാർട്ടിനസ്. യെസ് ഗൈസ്, എമിലിയാനോ മാർട്ടിനസ്. ഗൈസ് നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് കാണുന്നത് കമൻറ്റ് ചെയ്യണം ഗൈസ്. നെയ്മർ ജൂനിയറാണ് അടിക്കണേ. ഗൈസ് ഇതിപ്പോൾ ഹെഡ്സെറ്റ് ഇല്ല. ഹെഡ്സെറ്റ് എൻ്റെ ഏട്ടൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. അതായിട്ട് എനിക്ക് പാട്ടിട്ട് കളിക്കാൻ പറ്റൂല. ഹെഡ്സെറ്റ് ഇല്ല ഗൈസ്. എൻ്റെ ഏട്ടൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഗൈസ് 2 യെല്ലോ കാർഡ്. ഞാൻ എന്താ ചെയ്യണു ഗൈസ്? കണ്ടോ ഞാൻ അങ്ങനെ ചെയ്യണുള്ളൂ. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഇനി കളി തുടങ്ങാം. ഞാൻ എന്ത് ചെയ്തേ? ഓനാണ്. ഗൈസ് ഞാനല്ല ഗൈസ്, ഓനാണ്. നമ്മളെ ഫൗൾ വെച്ച് നമ്മൾ ഫൗളാക്കും, തിരിച്ചും ഫൗളാക്കും. അപ്പൊ ഗൈസ് കണ്ടോ ഗൈസ്, ചില സമയത്ത് ഇങ്ങനെ ലാഗ് അടിക്കും. മുകളിൽ വരുന്ന മെസ്സേജുകൾ നോക്കണ്ട. ഹാഫ് ടൈം ആയി ഗൈസ്. ഗൈസ് ഇതിന് നമ്മളെ മിനിറ്റ് ഒന്ന് എഴുതി കാർഡ് തരും, ബട്ട് സെക്കൻഡ് വരെയൊക്കെയാണ്. ദാറ്റ്സ് കറക്റ്റ്. കണ്ടുപിടി ഗൈസ്. മിനിറ്റ് പോകാൻ നോക്കി മുകളിൽ ഉണ്ടോ?
ഗൈസ് നമുക്ക് എന്തായാലും ഇനി നേരെ അതുകൊണ്ട് ഗൈസ് നമുക്ക് ചില ഇതില് ബൈസൈക്കിൾ സിസർ കട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ അടിക്കാം. അതോ എടുത്തോട്ടെ പാവല ഗൈസ്. Yes, guys, one goal. Yeah. Guys, ഞാൻ നല്ല ഹാർഡിലിട്ടാണ് കളിക്കണേ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പാടുണ്ടാണ്. ഗൈസ് ഇതാരാ ഡിമേരിയെ എന്ന് തോന്നുന്നു പോയിട്ടത്. ഓക്കെ ഓട്ടെ ഡിമേരിയ ആവാൻ ചാൻസ് ഉണ്ട്. ഡിമേരിയൻ്റെ മരത്തിൽ നോക്കാം. യെസ് ഗൈസ് ഡിമേരിയാണ്. യെസ് വീണ്ടും ഒരു ഗോൾ. ഇതാരട്ടെ ഇത് മെസ്സിയാണ് ഗൈസ്. നമ്മളെ മെസ്സിയാണ് ഇട്ടത്. മെസ്സിയാണ് ഗൈസ് ആ ഗോൾ ഇട്ടത്. ഓക്കെ നെക്സ്റ്റ് ഗോൾ കൂടി ഇടണം. പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് ഗൈസ് ഈ ഹാർഡ് ലെവൽ ഇമാതിരി സിമ്പിളിൽ കളിക്കാൻ പറ്റണേ. ഭയങ്കര ഹാർഡ് ലെവൽ കളിക്കാം. ഹാർഡ് ലെവൽ പിന്നെ ഇതിൽ കളിക്കാം. ഞാൻ ഫസ്റ്റത്തെ 2-3 മാസം ഞാൻ കളിക്കൽ തുടങ്ങിയ ഫസ്റ്റത്തെ 2-3 മാസം ഞാൻ ബിഗിനറിലിട്ട് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടി ഇപ്പോൾ ഹാർഡിൽ വരെ എത്തിയിട്ടുണ്ട്. ഹാർഡ് തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം തന്നെ ഹാർഡിലെത്തിയിരിക്കണ. ഹാർഡിനെ മുകളിക്കില്ല അതീറ്റാ. ഹാർഡിന് എന്തോ ഒരു പേര് അറിയും. ഇതിനു അറിയില്ല ഗൈസ്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ആ ബിഗിനറിലൊക്കെ ഇട്ട് കളിച്ചാൽ എന്തൊരു സുഖീനെന്നറിയോ. ഹാർഡതില് നിങ്ങൾക്കിപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ബിഗിനറിലിട്ട് കളിക്കണ കാര്യകരം. കാരണം ഞാൻ അത്ര എക്സ്പീരിയൻസ് ആയിക്കണം. അതായിട്ട് എനിക്ക് ബിഗിനറിൽ ഇട്ട മാതിരിയൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ബിഗിനറിൽ ഇട്ട മാതിരി. ബിഗിനറിൽ തന്നെയാണ് ശരിക്കും. ഓക്കെ ഓട്ടെ അല്ല ഗൈസ് ബിഗിനറിലല്ല. ഫുൾ ടൈം ആയി ഗൈസ്. നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സേവ് എടുത്തിട്ടുണ്ട്. 20 ചേർത്ത് ഒരു 0. ഓക്കെ നമുക്ക് എന്തായാലും ഇനി പറഞ്ഞ് ഓർമ്മിക്കണില്ല. എന്തായാലും നമുക്ക് ഇനി ഞാൻ എങ്ങനെയാണ് മറ്റെന്തെടുത്തെന്ന് തേടാം. ഫസ്റ്റ് നമ്മൾ നേരെ ഹോം സ്ക്രീനിലോട്ട് എത്തുക. ഇതിങ്ങനെയൊക്കെ ഹോം സ്ക്രീന് കാണാൻ ഞാൻ ഇപ്പോൾ എൻ്റെ ഇവിടെ ചിഹ്നം ഒഴിവാക്കാൻ പോവാണ്. ഇതിൽ പോയി ഒഴിവാക്കാം. ഓക്കെ ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഇനി നമ്മൾ ഗ്രാഫിക്സ് മാറ്റണമെങ്കിൽ ഈ ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ പേരാത്തി ഇതാ ഈ ഒരു ബാർ ഉണ്ടോ,
അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ഞാൻ കളർ കൊടുത്ത് നിൽക്കണേ ഏറ്റവും ലാസ്റ്റത്തെ ഇത് ഏറ്റവും ലാസ്റ്റ് കണ്ടോ അതുമേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഗെയിം സെറ്റിങ്സ്, യൂസർ ഇൻഫോർമേഷൻ, ഹെൽപ്പ്, സപ്പോർട്ട്, ട്രെയിനിങ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിം സെറ്റിങ്സിലോട്ട് പോവുക. അപ്പോൾ ദാ പ്ലേ സെറ്റിങ്സ്, ഗ്രാഫിക്സ്, ഓഡിയോ, ഡാറ്റ ഡൗൺലോഡ്, ലാംഗ്വേജ്, ഇൻഫോർമേഷൻസ്. അപ്പോൾ നമ്മൾ നേരെ ഗ്രാഫിക്സിലോട്ട് പോവുക. അപ്പോൾ ഇതാ ഞാനിപ്പോൾ എല്ലാതും ഹൈയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹൈയിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്ലെയർ ഗ്രാഫിക്സ് ഹൈയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡാറ്റാസ് ഇതാക്കാൻ വരും. അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നമ്മളൊരു ഇങ്ങനെ ഡൗൺലോഡായി ഇവിടെ എത്തുമ്പോൾ ഹൈ ആവും. പിന്നെ അടിയത്തെ 63 MB കൊണ്ട് കയറുന്നതാണ്. അത് ആരും മേടിക്കണമെന്ന് വേണ്ട. നെക്സ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിങ്ങളെ യൂസർ നെയിം മാറ്റുക, യൂസർ നെയിം ഓഫ് ചെയ്യുക, പ്ലെയർ നെയിം, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ ലോഡ് ഹൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഓഡിയോ നമുക്ക് മെയിനായിട്ട് വേണം. ഞാനിപ്പോൾ ഇത് കൂട്ടി വെച്ചേക്കാണ്. ഓക്കെ എല്ലാവർക്കും നല്ല വൃത്തിക്ക് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഇനി നമ്മൾ മൂന്നാമത്തെ ബാക്ക് അടിക്കുക. ഇങ്ങോട്ട് പോയി കളിച്ച് നോക്കി ഗൈസ്. വേറെ ലെവൽ ഗ്രാഫിക്സ് ആകാരം പറയാണ്ടിരിക്കണ്ട. വേറെ ലെവൽ ഗ്രാഫിക്സ് ഗൈസ്. ഞാനിവിടെ ഒരു സാധനം കണ്ടിരിക്കണം. അതുകൊണ്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ പേരെന്നാണ് കിട്ടണില്ലല്ലോ. എന്താ ഓക്കെ ഇതൊന്ന് നോക്കിയോട്ടെ. ഇതൊന്ന് നോക്കിയോട്ടെ. ഓക്കെ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലെയർ നോക്കി നോക്കാം. വാവ് നല്ല രസമുണ്ട് ഗൈസ്. റെഡ് ബുള്ളാണ്. പ്ലെയറാണ്. പുളി 91 സാധനങ്ങളുണ്ട്. ഇനി നമ്മൾ നേരെ പോയിട്ട് നമുക്ക് ട്രെയിനിങ് ചെയ്യുക. അങ്ങനെ എന്താണേലും ഈ ഗെയിം പറയുകയാണെങ്കിൽ തന്നെ ഒരു അടിപൊളി ഗെയിമാണ്. ഒരു സ്റ്റോറി ഇല്ല, ഒരു ഓപ്പൺ വേൾഡ് അല്ല, ഒരു ഫുട്ബോൾ ഗെയിമാണിത്. ആ ഗെയിം തന്നെ എന്തൊരു രസമാണ് കളിക്കാനെന്ന് അറിയുമോ. ഭയങ്കര ഇഷ്ടം. ഇത് ഓൾമോസ്റ്റ് ഏറ്റവും ഫേവറേറ്റ് ഗെയിം പറയുന്ന ഈ ഗെയിമാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇവിടെ എവിടെയെങ്കിലും വെച്ച് നോക്കാം. ഇത് പറ്റൂല. ഇതിനാണ് നമുക്ക് ഇവിടെ പറ്റാൻ ചാൻസ് ഉണ്ടല്ലോ. ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ നമ്പറാണ് ഗൈസ് അത്. നമുക്ക് എന്തായാലും ഇനി ഇവനെ പിടിച്ചാണ്ട് ഇവിടെ നിർത്തി വെക്കുക. ഇവിടെ കിട്ടിയില്ല, ഇവിടെ വെക്കുക ഗൈസ്. ഓക്കെ നമ്മളെല്ലാവരും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ അടിച്ചു കൊടുക്കുക. ബൈ ബൈ.